ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. ചിരാകാശത്തിലെന്നെന്നും സദാനന്ദാര്യ സൂര്യനായി, ചിരാകാശത്തിലെന്നെന്നും സദാനന്ദാര്യ സൂര്യനായി, സദാരാധ്യം ജയിക്കുന്നു വേദാന്ത കാതലേശ്വരൻ. പരിമളം പോലെ ഗോവിൽ പൊരുളു പോലവേ ജീവനിൽ
വാഴ്ത്താൻ മനശക്തി വന്നിടേണം മഹേശ്വരാ. ആവരിക്കുമെന്നു വന്നാലും പരമാർത്ഥം വിടാതെ, മരിക്കുമെന്നു വന്നാലും പരമാർത്ഥം വിടാതെ, ശരിക്കു ധീരനായി തന്നെ തീരണം ഞങ്ങൾ ദൈവമേ. സത്യം സമത്വം സ്വാതന്ത്ര്യം നിത്യബോധം ദയോദയം നിത്യാദിയാണു സർവേശ നിത്യാനങ്ങൾ ജയിക്കണേ. സത്യം സമത്വം സ്വാതന്ത്ര്യം നിത്യബോധം ദയോദയം നിത്യാദിയാണു സർവേശ നിത്യാനങ്ങൾ ജയിക്കണേ. 2011 മുതൽ അന്താരാഷ്ട്ര കരകൗശല മേളകൾ ഉൾപ്പെടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു. അതിലൂടെയെല്ലാം സർഗാലയ എന്ന ഈ ക്രാഫ്റ്റ് വില്ലേജിനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരകൗശല ഗ്രാമമായും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ക്രാഫ്റ്റ് വില്ലേജിനെ നടത്തിപ്പ് സൊസൈറ്റി ഏറ്റെടുത്തതോടുകൂടി കേരളത്തിലെയും രാജ്യത്തെയും കരകൗശല മേഖലയെപ്പറ്റിയും മനസ്സിലാക്കുകയും വിവിധ കരകൗശല ഗ്രാമങ്ങൾ സന്ദർശിച്ച് അവരെയെല്ലാം ക്രാഫ്റ്റ് വില്ലയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരു പുതിയ ജീവിതം നൽകി ഇത്തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മികച്ച കരകൗശല കലാകാരന്മാരുടെ താവളമായി നമ്മൾ ക്രാഫ്റ്റ് വില്ലേജിനെ മാറ്റി. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ അന്താരാഷ്ട്ര കരകൗശല കലാമേളയിൽ 15 രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്നു. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കരകൗശല വസ്തുക്കളും വിദഗ്ധരും ഇവിടെയുണ്ട്. സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും സഹായത്തോടെ നടത്തുന്ന ഇന്ത്യൻ ഫോക്കസ് ലാൻഡ് ഫെസ്റ്റിവലിന്റെയും മിക്ക സംസ്ഥാനത്തു നിന്നുള്ള സംഘങ്ങൾ എത്തുന്നുണ്ട്. ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള ആകർഷകങ്ങളുമുള്ള മേളയാണിത്. പരമ്പരാഗത കൈത്തറി, മുള, കളിമൺ, അറബിക് കാലിഗ്രാഫി, കളരി, സുഗന്ധവ്യഞ്ജനം, തെയ്യഗ്രാമങ്ങൾ എന്നിവ ഇത്തവണത്തെ മേളയുടെ സവിശേഷതയാണ്. ഇതിന്റെ ഭാഗമായാണ് ദിവസവും കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി കലാപരിപാടികളും സംഘടിപ്പിക്കുന്നത്. കൂടാതെ ഗെയിംസ് എന്റർടൈൻമെന്റും സോണുകളും ജലജീവികളുടെ അത്ഭുത ലോകം കാട്ടിത്തരുന്ന 400 അടി നീളമുള്ള അണ്ടർ വാട്ടർ ടണലും ഒരുക്കിയിട്ടുണ്ട്. കേവലം വിനോദത്തിനപ്പുറം നാടിന്റെ ഭാവിയും വികസനവും എപ്പോഴും ഒരാളുടെ സൊസൈറ്റി മുൻഗണനയാണ്. അതിന്റെ ഭാഗമായാണ് മലബാറിന്റെ ടൂറിസ വികസനത്തിന് വ്യക്തതയുള്ളതും വേഗം പ്രദാനം ചെയ്യാൻ ഉപദേശിച്ച് മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ടൂറിസം മേഖലയിലെ സംഘടനകൾ, വ്യക്തികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് ടൂറിസം ഒരു ടോക്ക് സീരീസും ഇക്കൊല്ലം സംഘടിപ്പിക്കുന്നു. കൂടാതെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സർഗാലയുടെ അന്തർദേശീയ കരകൗശല അവാർഡുകൾ ഏർപ്പെടുത്തുന്നുണ്ടായി. അവയുടെ സമർപ്പണവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. സർഗാലയുടെ ഇതുവരെയുള്ള വികസനത്തിന് കേരള സർക്കാരുകൾ വലിയ തോതിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സർഗാലയെയും മലബാറിൻ്റെയും ടൂറിസം വികസനത്തിന് കുതിച്ചുചാട്ടം നൽകാൻ ഉതകുന്ന ഒരു പദ്ധതിയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം വാങ്ങിക്കുന്നതിന് പ്രത്യേക താല്പര്യം എടുത്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും കേന്ദ്ര അംഗീകാരം നൽകുന്നതിൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ എടുത്ത സവിശേഷ താല്പര്യവും ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. സർഗാലയ അന്തർദേശീയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ 2024 പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇന്ന് മലബാറിന്റെ വികസനത്തിൽ സാംസ്കാരിക ഭൂമികയിൽ എല്ലാം സർഗാലയ എന്ന പേര് കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നു. സാംസ്കാരിക രംഗത്തെ കേരളത്തിന്റെ ചലനങ്ങൾ എല്ലാം ഒപ്പിയെടുത്ത് പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് സർഗാലയ. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ വാർഷിക സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഇവിടെ നടന്നു വരുന്നു. 2016
സർഗാലയ ഫെസ്റ്റിവലിൽ ലോകമെമ്പാടുമുള്ള 350ഓളം കൗശല തൊഴിലാളികളാണ് ഫെസ്റ്റിവലിനായി രജിസ്റ്റർ ചെയ്തത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയായും ഇത് കണക്കാക്കപ്പെടുന്നു. ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നത് മലബാറിൽ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ദേശീയ സാംസ്കാരിക ഭൂപടത്തിൽ സർഗാലയ അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന പ്രസ്ഥാനം കൈവെക്കുന്നത് എന്തും പൊന്നാക്കുന്ന കഠിനാധ്വാനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണം അധ്വാനത്തിൻ്റെ മഹത്വത്തിലൂടെ എന്ന് ഉദ്ഘോഷിക്കുന്ന വക്പടാനന്ദൻ വിഭാവനം ചെയ്ത സംഘടനയാണ്. സർഗാലയുടെ ചാലക ശക്തിയായി ഊരാളുങ്കൽ നിൽക്കുന്നിടത്തോളം കാലം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാത്രമേ സർഗാലയ്ക്ക് മുന്നേറാൻ കഴിയൂ എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ സാംസ്കാരിക ഭൂപടത്തിൽ തീം വില്ലേജുകൾ സ്ഥാപിക്കപ്പെടുന്നു. ഒരു രാജ്യത്തിൻ്റെ ചരിത്ര സാംസ്കാരിക ശേഷിപ്പുകൾ വരും തലമുറയ്ക്കായി ക്രോഡീകരിച്ച് ശേഖരിക്കുന്നു. ഇത്തരം ഇടങ്ങൾ കരുതി വയ്ക്കുന്ന ഓർമ്മകൾ ഒരു തലമുറയ്ക്ക് തങ്ങളുടെ ചരിത്രം ഓർത്തെടുക്കാൻ പൊതുവായ ഒരിടം നൽകുന്നു എന്നതിൽ തർക്കമില്ല. ഇത്തരം ഇൻസ്റ്റലേഷനുകൾ ഓരോ നഗരങ്ങളിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒളിമ്പ്യൻ എന്ന നിലയിൽ ഞാൻ സന്ദർശിച്ച രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരം സജീവ സാംസ്കാരിക കേന്ദ്രങ്ങൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് നടപ്പാക്കാൻ കേരള ടൂറിസം വകുപ്പ്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് എടുത്ത തീരുമാനം ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. സർഗാലയ അന്താരാഷ്ട്ര കലാകര കൗശല മേളയുടെ ഈ 12ാം എഡിഷൻ 15-ൽ പരം രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധർ ഈ മേളയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമില്ല. നമ്മുടെ രാജ്യത്തെ 25 സംസ്ഥാനങ്ങളിലെ 300-ൽ പരം കരകൗശല വിദഗ്ധരും ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ സമസ്ത മേഖലകൾക്കും ഏറെ മുതൽക്കൂട്ടാകുന്ന ഒരു മേളയാണ്, പ്രത്യേകിച്ച് ടൂറിസം മേഖല. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ ഇതിന്റെ ഭാഗമായി എത്തുന്നത്. പരമ്പരാഗത സങ്കേതങ്ങൾ ഉപയോഗിച്ചൊരുക്കുന്ന ഹാൻഡ്ലൂം, കളരി, സുഗന്ധവ്യഞ്ജനം, മുള, മരത്തടി, കളിമൺ, അറബിക് കാലിഗ്രഫി, തെയ്യഗ്രാമങ്ങൾ എന്നിവ ഇത്തവണത്തെ മേളയുടെ സവിശേഷതയാണ്. ഫുഡ് ഫെസ്റ്റും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന എന്റർടൈൻമെന്റ് സോണുകളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇത് വലിയ വിജയമായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ടൂറിസം മേഖലയിൽ വഹിക്കുന്ന പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേഖലയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അനുഭവേദ്യ ടൂറിസത്തിന്റെ ഒരു പുതിയ തലം സൃഷ്ടിക്കുകയായിരുന്നു ഈ പദ്ധതിയിലൂടെ ചെയ്തിട്ടുള്ളത്. 20 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ കലാകേന്ദ്രമാണ് സർഗാലയം. 27 കോട്ടേജുകളിലായി 40-ലധികം തരം കരകൗശല വസ്തുക്കളും പൈതൃക കലാരൂപങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൈത്തറി ഉൾപ്പെടെ നാടിന്റെ പരമ്പരാഗത വ്യവസായ മേഖലയെയും പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമായി നമുക്കിതിനെ കാണാം. ഇത്തരമൊരു പരിപാടിയിൽ ഒരു സന്തോഷ വിവരം കൂടി ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. സർഗാലയ വിപുലീകരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോകുന്നുവെന്നുള്ളതാണ്. മലബാറിന്റെ സാംസ്കാരിക പൈതൃകം മുഴുവനായും അനുഭവിക്കാൻ കഴിയുന്ന സങ്കേതമായി സർഗാലയെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് കേന്ദ്ര സർക്കാരുമായി തുടർച്ചയായി ചർച്ച നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹകരണത്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായി സമയമെടുത്ത് സർഗാലയം മുതൽ ബേപ്പൂർ വരെ നീളുന്ന ഒരു വിപുലമായ ടൂറിസം പദ്ധതിയുടെ പ്രസന്റേഷൻ
നല്ല പഠനം നടത്തി കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുകയും കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായും ഉദ്യോഗസ്ഥരുമായും ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായി സർഗാലയ മുതൽ ബേപ്പൂർ വരെ നീളുന്ന വിപുലമായ ടൂറിസം സർക്യൂട്ടിന് 95,34,000 രൂപ അനുവദിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുക. 95 കോടിയാണ്, മാറിപ്പോകുന്നത്, ചില്ലറ മാറ്റല്ലല്ലോ. 95 കോടി, ഏറെക്കുറെ 100 കോടി, 100 കോടി രൂപയുടെ ഒരു പദ്ധതി. അപ്പോ സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കായി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 95 കോടി 34 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പദ്ധതിക്ക് എല്ലാ നിലയിലും സഹായം ചെയ്തു തന്ന കേന്ദ്ര സർക്കാരിനോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നിച്ച് കേരളത്തിലെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കൊപ്പം നിന്ന് ഇത് യാഥാർത്ഥ്യമാക്കാൻ, സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ, അങ്ങനെയുണ്ടല്ലോ, നമുക്ക് അനന്തമായി നീളാൻ പറ്റില്ല. എന്തായാലും ഫണ്ട് അനുവദിക്കപ്പെട്ടു, ഇനി ഇത് യാഥാർത്ഥ്യമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ഇത് അനുവദിക്കപ്പെട്ടതിന് ശേഷം പല മീറ്റിങ്ങുകളും നടത്തിയിട്ടുണ്ട്. വേഗത്തിലാക്കാനുള്ള എല്ലാ ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മലബാർ ടൂറിസത്തിന്റെ കുതിപ്പിന് ഏറ്റവും വലിയ കാരണമാകുന്ന ഒരു കേന്ദ്രം സർഗാലയ മുതൽ ബേപ്പൂർ വരെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. സർഗാലയ ഉൾപ്പെടുന്ന വിവിധ മേഖലയെ വിവിധ സർക്യൂട്ടുകളാക്കി ബന്ധിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനന്ത സാധ്യതയാണുള്ളത്. ഞാനത് അത്രത്തോളം വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പുഴകൾക്കും നദികൾക്കുമൊപ്പം തയ്യാറാക്കാനാകാവുന്ന സർക്യൂട്ടുകൾ ഇവിടെയുണ്ട്. ജൈവ വൈവിധ്യ സർക്യൂട്ടിനുള്ള സാധ്യത ഇവിടെയുണ്ട്. കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകളുടെ സർക്യൂട്ട് വികസിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. രുചിയേറിയ ഭക്ഷണം നമ്മുടെ ഏറ്റവും വലിയ ആസറ്റാണ്. വൈവിധ്യമാർന്ന ഭക്ഷണം, അത് സഞ്ചാരികൾക്ക് കൂടി പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം കോഴിക്കോട് ഇപ്പോൾ സിറ്റി ഓഫ് ലിറ്ററേച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശമാണ്. എഴുത്തിനും എഴുത്തുകാർക്കും വലിയ പ്രാധാന്യം നമ്മുടെ നാട്ടിലുണ്ട്. എഴുത്തിനുള്ള സൗകര്യവും സാഹചര്യവും ഇവിടെ ഒരുക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു ബഡ്ജറ്റ് ഒരു ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളത്തിലാണ്. അതിന്റെ പ്രധാന കേന്ദ്രം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബേപ്പൂർ ആണ്. അത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പദ്ധതി ആ സർക്യൂട്ടാണ്. അഡ്വഞ്ചർ ടൂറിസത്തിനുള്ള പദ്ധതികളും ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നു. സാംസ്കാരിക പാഠശാല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയും സമ്മേളിക്കുന്നതാകും വരാനിരിക്കുന്ന ടൂറിസം പദ്ധതി. അതായത് എല്ലാ ടൂറിസം സാധ്യതകളും ഒരു കുടക്കീഴിൽ അണിനിരക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു കുതിച്ചു ചാട്ടമാണ്. അത് കോഴിക്കോട് ജില്ലക്കും മലബാറിന് മാത്രമല്ല, കേരള ടൂറിസത്തിന് വലിയ കുതിച്ചു ചാട്ടത്തിന് സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ കേന്ദ്ര ബിന്ദു സർഗാലയായിരിക്കുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ ദുബായിലൊക്കെ തന്നെ ട്രെൻഡായിട്ടുള്ള യോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ. I know that the foreign friends who are here know about the yacht services in Dubai, etc. First time it is now starting in Kerala. കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ മുതൽ യോട്ട് സംവിധാനം ബീച്ചിൽ ആദ്യമായി ഉപയോഗിച്ചു എന്നുള്ള സന്തോഷം ഇവർ അറിയിക്കുക. 100-120 കിലോമീറ്റർ വേഗത്തിൽ ഇതിന് പോകാൻ പറ്റും.
10-15 പേർക്ക് ഇരിക്കാൻ പറ്റും. സാധാരണ ബോട്ട് പോലെ അതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള റൂമുണ്ട്, ബാത്റൂമുണ്ട്, അടുക്കളയും. വലിയ ചെലവ് വരുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. എല്ലാ നിലവാരത്തിലുള്ള മനുഷ്യർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഉള്ള സംവിധാനമാണ്. ബേപ്പൂർ ബീച്ചിൽ ഇന്നത്തെ അത് ആരംഭിച്ചു. ഒരു യോട്ടാണ്. ബേപ്പൂരിൽ നിന്നും കോഴിക്കോട് ബീച്ചിലേക്ക് എടുക്കുക 5 മിനിറ്റ് മാത്രമാണ്. നാളെ ഭാവിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി സർഗാലയിൽ നിന്നും ബേപ്പൂർ ബീച്ചിലേക്ക് യോട്ടുകളുടെ സർവീസ് നടത്താൻ വേണ്ടി പറ്റും. 10-20 മിനിറ്റ് ഉള്ള യാത്ര മാത്രം. സഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവമായി. കടലിലൂടെ ഒരു അരമണിക്കൂർ യാത്ര, ഭക്ഷണം കഴിക്കാം, കൂട്ടമായി, കുടുംബമായി, സുഹൃത്തുക്കളായി ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന യോട്ട് സർവീസ്. അത് നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാനാണ്. കേരളത്തിലെ ടൂറിസം വകുപ്പ് മുന്നോട്ട് വെച്ച ഹെലി ടൂറിസം, ഹെലിപാഡുകൾ കേരളത്തിൽ വ്യാപകമാക്കുക, അതിന് പറ്റിയ ഹെലികോപ്റ്ററുകൾ, അതിന് ഈ പദ്ധതിയുടെ ഭാഗമായി ഹെലിപാഡ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു. കാരവൺ ടൂറിസത്തിന്റെ ഭാഗമായുള്ള കാരവൺ പാർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകും. പുതിയ സാധ്യതയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കുറ്റ്യാടി ഡാം ഉൾപ്പെടെയുണ്ട്. സീപ്ലെയിനുകൾ ഡാമിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള പഠനം നമ്മൾ നടത്തി. അതിന്റെ പരീക്ഷണ ഇറങ്ങൽ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു. കുറ്റ്യാടി ഡാം ഉൾപ്പെടെ നമുക്കിതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പരിശോധിക്കും. ഇപ്പൊ കായലുകൾ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടില്ല. മത്സ്യബന്ധനത്തിന് ഒരു തടസ്സവും വരാത്ത നിലയിൽ എല്ലാവരുമായി ചർച്ച ചെയ്ത് അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാ നിലയിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. മലയാളിയുടെ ചിരകാല സ്വപ്നമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി മുടങ്ങിപ്പോയൊരു പദ്ധതിയാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച പദ്ധതി 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അത്രയും സമയം വേണ്ട, അത് എല്ലാവരും ഒരുമിച്ച് നിന്നതാണ്. കേന്ദ്ര സർക്കാർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ എല്ലാവരും ഒരുമിച്ച് നിന്നു. ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. അതൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ റോഡ് മാർഗം ഇനി ഇവിടെ നിന്നും NH66 വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രയാസമില്ല. കടൽ മാർഗം യോട്ടും ക്രൂയിസ് ടൂറിസത്തെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഹെലികോപ്റ്റർ, ഹെലിപാഡ് വഴി ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. സീപ്ലെയിൻ, കടലും ഡാമും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. 2 എയർപോർട്ടുകൾക്ക് നടുവിലാണ് ക്രാഫ്റ്റ് വില്ലേജ്. കണ്ണൂർ എയർപോർട്ടിന്റെയും കോഴിക്കോട് എയർപോർട്ടിന്റെയും അനന്ത സാധ്യതയാണ്. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രമായി നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ എല്ലാവരും ഒന്നിക്കണം. നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നമ്മളെല്ലാവരും ഒന്നിക്കണം. എല്ലാവരും ഒന്നിച്ച് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനായാൽ നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറും. നാളെ ഇതൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സർഗാലയും ഈ കോഴിക്കോട് ജില്ലയും മാറും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിന് നമ്മളെല്ലാവരും ഒന്നിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. വികസനം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാവിയായ ടൂറിസം വികസനം, അത് നമുക്ക് വേഗത്തിൽ നടപ്പിലാക്കാം. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനിയായ MP വേഗത്തിൽ ഓടുന്നത് പോലെ അതിവേഗം ഓടി അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് തീർച്ചയായിട്ടും ആ നിലയിലാണ്. ഇപ്പോ ഈ പ്രോഗ്രാം നടന്ന വേദി അത് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തിനാണ്, വെള്ളത്തിന് മുകളിലാണ്. മനോഹരമായ വേദി. ഭാവിയിൽ ഇത്തരം സാംസ്കാരിക പരിപാടികൾ നമുക്ക് വേറെ നിലയിൽ കൂടി ഉപയോഗിക്കാനാണ്. അത് ഡെസ്റ്റിനേഷൻ വെഡിങ്. പഴയതുപോലെയല്ല ഇന്ന് കല്യാണങ്ങൾ ദൂരത്ത് പോയി നടത്തുകയാണ്. പണ്ടൊക്കെ കല്യാണം ദൂരത്ത് നടത്തുക വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടിയിട്ട് നടത്താനാണ് ദൂരത്ത്.
ഇന്ന് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ദൂരത്ത് കല്യാണം നടത്താനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. അതാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടി ഫണ്ട് ചെലവഴിച്ചത് കേരളത്തിലാണ്. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കുന്ന സ്ഥലം. ദൂരെ നിന്നും ആളുകൾ അവിടെ പോവുകയാണ്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലമായി കേരളത്തെ മാറ്റണം എന്ന് കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ആലോചിച്ചതാണ്. അതിന്റെ ഭാഗമായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി. ഇന്ന് ഇന്ത്യയിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ഇടമായി നമ്മുടെ കേരളത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന് പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. വെള്ളത്തിൽ സ്റ്റേജ് കെട്ടി അവിടെ വെള്ളത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നാളെ ഈ വേദിയിൽ വിവാഹങ്ങൾ നടത്താൻ, ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഭാഗമായി വിവാഹങ്ങൾ നടത്താൻ സാധിക്കുന്ന നില നമുക്കുണ്ടാക്കണം. ഇതൊക്കെ വരുമ്പോൾ നാട് അഭിവൃദ്ധിപ്പെടും. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, കടല വിൽക്കുന്നവർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, മറ്റു മേഖലയിലുള്ളവർ, ചില്ലറ വ്യാപാര മേഖലയിലുള്ളവർ എല്ലാവരുടെയും ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, സാംസ്കാരികമായ മുന്നേറ്റം ഉണ്ടാകും. ഇതാണ് ടൂറിസത്തിന്റെ വികാസത്തിലൂടെ ഉണ്ടാകുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ജനതയുണ്ട്. ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ജനതകളുടെ ലോക രാജ്യങ്ങളെ നാം മനസ്സിലാക്കണം. അതിന് പറ്റിയ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ആ നിലയിൽ നമുക്ക് ഈ പ്രദേശത്തെ ആകെ മാറ്റണം. ഈ പദ്ധതി സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കണം. അതിന് നമ്മളെല്ലാവരും നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒന്നിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി പ്രഥമ ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് അവാർഡ് വിതരണമാണ് നിർവഹിക്കുന്നത്. നമ്മുടെ പൊറുക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. Let me announce the winners of Sargalia International Crafts Award. The winners will be receiving cash awards, mementos and certificates. So let me call upon Mrs. Modlena Petrova Bozlova Amin from Bulgaria. She will be receiving $700 memento and certificates. നമ്മുടെ സർഗാലയുടെ പ്രഥമ ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് അവാർഡാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് വിതരണം ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് വിന്നർ മിസ്സിസ് മാഡ്ലോവ പെട്രോന ബോസ്ലോവ അമീൻ ഫ്രം ബൾഗേറിയ. Second winner is Mrs. Fatima Alpor Yusufi from Iran. She will be receiving $400 memento and certificates. Mrs. Fatima Alpor Yusufi. ഈ വിജയികളെ തീരുമാനിച്ചത് ഒരു ജൂറി അംഗങ്ങളാണ്. ശ്രീ നിരഞ്ജൻ ജലാലഗഡ, ശ്രീ കെ മാരാർ, ശ്രീ PT ഗിരീഷ്, ഗിരിനാഥ് ആൻഡ് ശശിധരൻ. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്കുള്ള സ്നേഹോപഹാരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു ചെയർമാൻ ശ്രീ പാലേരി രമേശൻ. ഒപ്പം മന്ത്രിക്ക് കാർട്ടൂൺ അക്കാദമിയുടെ ഭാഗത്തു നിന്നും ശ്രീ രാജൻ ആറന്മുള ഒരു കാരിക്കേച്ചർ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹവും അത് നൽകുന്നു. ശ്രീ രാജൻ ആറന്മുള. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.